ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. മാണിക്കോത്ത് കുടുംബത്തിന് എന്താണോ കൊമ്പുണ്ടോ? കൊമ്പല്ല, തൃക്കണ്ണ്. എല്ലാം ഭസ്മമാക്കുന്ന ശിവന്റെ തൃക്കണ്ണ്. മോൾ ഇതുകൊണ്ടൊന്നും ഭയക്കരുത്. ഇതിന്ന് പിന്മാറുകയും ചെയ്യരുത്. മോള് പിന്മാറിയാൽ തോറ്റുപോകുന്നത് ഞങ്ങളെപ്പോലുള്ള കുറച്ച് പാവങ്ങളാ. ഇപ്പോ എനിക്കിതിലൊന്നും ചെയ്യാനാവില്ല. അവര് സ്റ്റേ ഓർഡർ വാങ്ങിച്ചിരിക്കല്ലേ. ആയിക്കോട്ടെ, അവരെന്ത് പ്രതിരോധം വേണമെങ്കിലും സൃഷ്ടിച്ചോട്ടെ. പക്ഷേ നേരിടാൻ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്ന നമ്മൾ പാതി വഴിയിൽ തളർന്ന് യുദ്ധം അവസാനിപ്പിക്കരുതേ എന്നൊരു അപേക്ഷ കൂടെയുണ്ട് ഈ കിളവന്. കാരണം ഈ പരുത്തിക്കുന്നിന് പറയാൻ കുറേ അധികം ആളുകളുടെ കണ്ണീരിന്റെ കഥയുണ്ട്. സ്വപ്നങ്ങൾ നഷ്ടപ്പെട്ട് കുടിയിറക്കപ്പെട്ടവരുടെ വിങ്ങലുകളുണ്ട്. ആ ഭൂമിയിൽ നൊമ്പരങ്ങളും വേദനകളുമുണ്ട്. സ്വപ്നങ്ങൾ നഷ്ടപ്പെട്ട് കുടിയിറക്കപ്പെട്ടവരുടെ വിങ്ങലുകളുണ്ട്. ആ ഭൂമിയിൽ നൊമ്പരങ്ങളും വേദനകളുമുണ്ട്. അതിന്റെ എല്ലാം മേലെയാണ് ആ മഹേന്ദ്രൻ എന്ന പ്രമാണി സാമ്രാജ്യം കെട്ടിപ്പൊക്കിയിരിക്കുന്നത്. അത് തകർത്ത് ആ ഭൂമി തിരിച്ചുപിടിക്കാൻ മോൾക്ക് കഴിയണം. സഹായിക്കണം. മോൾക്കേ കഴിയൂ. അതിന് ഈ പാവപ്പെട്ട കിളവന്റെ സർവ്വ പിന്തുണയും ഉണ്ടാവും. ക്ഷമിക്കണം, ഇനി എനിക്കിതിലൊന്നും ചെയ്യാൻ പറ്റില്ല. എന്നെ വിട്ടേക്ക്. എന്തോ പറ്റിയടോ? തന്റെ ആവനാഴിയിൽ അസ്ത്രമൊന്നും പണ്ടത്തെ പോലെ കുറുക്കി കൊള്ളുന്നില്ലാന്ന് തോന്നല്ലോ. ശത്രു നിസാരക്കാരനല്ല മഹേന്ദ്രൻ. അവൻ കളിക്കുക. അവനെ ഒരു രീതിയിലും പിടിച്ചു കെട്ടാനാവാത്ത അവസ്ഥയിലേക്ക് അവൻ വളർന്നിരിക്കുന്നു. ഇപ്പോ അവന്റെ തലതെറിച്ച മകനും ജയിലിൽ നിന്ന് ഇറങ്ങിയിരിക്കുക. അച്ഛനെ കടത്തി വെട്ടുന്നവനാ മകൻ. ഒരസുരവിത്ത്. കോളനിയുടെ ഭരണം ഏറ്റെടുത്തിരിക്കുന്ന ഇപ്പൊ അവനാ. അവൻ രാവണനായി നിന്ന് ആ കോളനി ഭരിക്കുക. തന്റെ മുഖത്ത് ഒരു തോൽവിയുടെ ഭയം കാണുന്നുണ്ടല്ലോ. ഇല്ലടോ, കാഹളം കുമാരൻ അങ്ങനെ അടിയുറവ് പറയില്ല. കുമാരൻ ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ടോ അതിലൊരു വിജയം കുമാരൻ കണ്ടേ അടങ്ങൂ. ഇത് കുമാരന് കൊടുത്ത വാക്കാ. ഇത് തെറ്റിയാൽ പിന്നെ ഈ കുമാരൻ ഈ ഭൂമിയിൽ ഉണ്ടാവില്ല. ഇത് ഞങ്ങളുടെ മണ്ണാ. ഞാൻ കളിച്ചു വളർന്ന മണ്ണ്. ഇതൊരു സുപ്രഭാതത്ത് വന്ന് വിട്ടുതരാൻ പറഞ്ഞാലേ മുഖത്ത് നോക്കി തന്നെ ശിവൻ പറയും പറ്റില്ലെന്ന്. ഇനിയിപ്പോ എന്താ സാറ് ചെയ്യാ? ഒന്ന് തീരുമാനിച്ചിറങ്ങിയ വിജയം കണ്ടേ കുമാരൻ മടങ്ങും. അയാൾ ഉദ്ദേശിക്കുന്നിടത്ത് അയാൾ കാര്യങ്ങൾ എത്തിക്കും. അതാ ശീലം.
ഇവിടെയും വിജയം അയാൾക്കായിരിക്കും. മാണിക്കോത്ത് കുടുംബത്തിന് എന്താടോ കൊമ്പുണ്ടോ? കൊമ്പല്ല, തൃക്കണ്ണ്. എല്ലാം ഭസ്മമാക്കുന്ന ശിവന്റെ തൃക്കണ്ണ്. സ്വാമി, അദ്ദേഹത്തിന്റെ ആരോഗ്യകാര്യത്തിൽ സ്വാമി കൂടി കാര്യമായി ഒന്ന് ശ്രദ്ധിക്കണം. ഞാൻ പറഞ്ഞാലൊന്നും കാര്യമാക്കില്ല, ഗവനിക്കേയില്ല. എനിക്കതോർത്തിട്ട് ഒരു സമാധാനവും ഇല്ല. ഡോക്ടർമാരുടെ ഭാഷയല്ലേ അവരങ്ങനെ പറയൂ. മഹേന്ദ്ര സാറിന് ഒരു കുഴപ്പവുമില്ല, ഒരാപത്തും ഇനി അദ്ദേഹത്തെ തടി വരികയുമില്ല. ശിവൻകുഞ്ഞിന്റെ ഇപ്പോഴത്തെ മാറ്റത്തില് മഹേന്ദ്ര സാറിന് വലിയ സന്തോഷവും ആശ്വാസവും ഉണ്ട്. ആ രീതിയിലുള്ള പ്രകടനമാണല്ലോ ശിവൻകുഞ്ഞ് കളക്ടർ ശാലിനി വിഷ്ണുവിന്റെ മുന്നിൽ നടത്തിയത്. എന്നിട്ട് പറയും പോലെ ആളെവിടെ? ഇതുവരെ ഇങ്ങോട്ട് വന്നിട്ടുണ്ടോന്ന് നോക്കിയേ. അച്ഛൻ സുഖമില്ലാതിരിക്കല്ലേ, എന്തെങ്കിലും പോയി 2 വാക്ക് സംസാരിച്ചാ അദ്ദേഹത്തിന് അതൊരു ആശ്വാസമാവുമായിരുന്നു. അങ്ങനൊന്നും ചെയ്യില്ല. 2 പേർക്കും വാശിയല്ലേ, ഇവരുടെ ഇടയിൽ ഞാനും. എന്താ സ്വാമി, പ്രശ്നങ്ങൾ എന്തെങ്കിലും? ഏയ് ഒന്നുമില്ല കുഞ്ഞേ. ശിവ, ആ, കുളിച്ചിട്ട് വാ. അപ്പോഴേക്കും ഞാൻ ഭക്ഷണം എടുത്തു വെക്കാം. ഞാൻ കഴിച്ചു. ആ, എവിടുന്ന് കഴിച്ചു? പുറത്തുനിന്ന് കഴിച്ചു. എടാ, ഞാൻ പിന്നെ എന്തിനാടാ ഇതൊക്കെ ഉണ്ടാക്കി വെക്കുന്നത്? എന്നെ കരുതി മാത്രമാണ് ഇവിടെ എന്തെങ്കിലും ഉണ്ടാക്കുന്നത്. ഇവിടെ ഉള്ളവർക്ക് കഴിക്കാൻ ഉണ്ടാക്കുന്ന കൂട്ടത്തിൽ എനിക്കും. എടാ, അങ്ങനെയാണോടാ നീ കരുതിയിരിക്കുന്നേ? നോക്ക്, എത്ര ദിവസമായി നമ്മൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചിട്ട്. അമ്മേ, അത് പിന്നെ അതെ, ഇനി ഇതിന്റെ പേരിൽ അമ്മയും മകനും തമ്മിൽ തല്ലു പിടിക്കണ്ട. ഇന്ന് ശിവൻകുഞ്ഞ് പുറത്തുനിന്ന് കഴിച്ചെന്നല്ലേ ഉള്ളൂ. എന്ന് വെച്ച് നാളെ മുതൽ അങ്ങനെ ആവണമെന്നില്ലല്ലോ. അതുകൊണ്ട് അക്കാര്യത്തിൽ ഇനി ഒരു തർക്കവും വേണ്ട. അതല്ല സ്വാമി, എന്നാലും ഇങ്ങനെയുണ്ടോ? എന്തിനും ഏതിനും തറുതല പറയുന്നത്? ദേ, ഇവന്റെ അച്ഛൻ സുഖമില്ലാതിരിക്കുന്നത് കണ്ടോണ്ട് പോയതല്ലേ ഇവൻ. അതിനെക്കുറിച്ച് എന്തെങ്കിലും ഇവൻ ചോദിച്ചോ? എന്റെ അമ്മേ, ഞാനിപ്പോ വന്ന് കേറിയല്ലേ ഉള്ളൂ. ഇനിയിപ്പോ ഞാൻ എന്താ ചോദിക്കേണ്ടത്? അസുഖങ്ങൾ ആർക്കൊക്കെ എപ്പോഴൊക്കെ വരുന്നതെന്ന് നമുക്കാർക്കും പറയാൻ പറ്റില്ലല്ലോ. ഇനി വന്ന അസുഖത്തെ കുറിച്ച് വീണ്ടും വീണ്ടും ചോദിച്ച് അച്ഛനെ എന്തിനാ വെറുതെ ബുദ്ധിമുട്ടിച്ച് ടെൻഷൻ അടിപ്പിക്കുന്നത്? പിന്നെ എല്ലാരും മരിക്കുന്ന ആൾക്കാർ തന്നെ.